ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഗപ്പി ബ്രീഡിങ്ങിലൂടെ നല്ലൊരു വരുമാന മാർഗ്ഗം ഉണ്ടാക്കുന്ന രാജേഷാണ്. രാജേഷിനെ നമ്മൾ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം. രാജേഷേട്ടൻ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. രാജേഷേട്ടൻ ഒന്ന് നമ്മൾ സ്ഥലമൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കും. ഇത് സ്ഥലം അഞ്ചേരിയാണ്, സൗത്ത് അഞ്ചേരി ക്രിസ്റ്റോഫർ നഗറിൽ. ഓക്കെ. എത്ര വർഷമായി ഗപ്പി ബ്രീഡിംഗ് ഒക്കെ തുടങ്ങിയിട്ട്? ഞാനിപ്പോൾ ഏകദേശം ഒരു 1.5 വർഷം ആയില്ലേ? അങ്ങനെ എക്സ്പീരിയൻസ് ഗപ്പി ബ്രീഡിങ് വരുമാനമാണോ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് നമുക്കൊരു ആദ്യൊരു ഹോബി പോലെയായിട്ടാണ് തുടങ്ങിയത്. ഇപ്പോൾ ഒരു ചെറിയൊരു സൈഡ് വരുമാനം നമുക്ക് ഇന്ന് കിട്ടുന്ന സമയത്തൊക്കെ അത്യാവശ്യം ആളുകളൊക്കെ അത് വാങ്ങിക്കാനും ഇതിനൊക്കെ വേണ്ടിയിട്ട് വീട്ടിലിരിക്കുമ്പോൾ ഒരു ടൈം പാസിന് പോലെ വളർത്താനൊക്കെ ഇതിൽ വാങ്ങാൻ വരാറൊക്കെ ഉണ്ട്. അപ്പോൾ കുഴപ്പമില്ലാണ്ടൊക്കെ പോകുന്നുണ്ടല്ലോ ഗപ്പി. എത്ര വെറൈറ്റി ഗപ്പികൾ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നുണ്ട് ഇവിടെ? വെറൈറ്റി ഇപ്പോൾ ഇവിടെ ഉള്ളത് ആൽബീനോ ഫുൾ റെഡ്, പിന്നെയുള്ളത് കോയി ടക്സിഡോ, പിന്നെ മറ്റേ കോയി പിന്നെ പ്ലാറ്റിനം വൈറ്റ്, പിന്നെ ബിഗ് ഇയർ, പിന്നെ അതുപോലെ തന്നെ പിന്നെ കുറച്ചൊക്കെ പുതിയ ബ്രീഡുകളാണ്. അതൊന്നും ഇതായി തുടങ്ങിയിട്ടില്ല. അപ്പോൾ നമുക്ക് ഓരോ ഗപ്പീസിന് നമുക്ക് ഓരോന്ന് പരിചയപ്പെടാമെന്ന് വെച്ചാൽ ആദ്യമായിട്ട് നമ്മൾ ഇതേതാണ് ബ്രീഡ് പറഞ്ഞത്? ഇത് ആൽബീനോ ഫുൾ റെഡ്. ഫുൾ റെഡ് അല്ലേ? ഇതിപ്പോൾ ഇതിൻ്റെ പേരൊക്കെ കൊടുക്കാനുണ്ടോ? പേര് ഇപ്പോൾ കൊടുക്കാനുണ്ട്. എത്രയ്ക്ക് റേറ്റ്? 150 രൂപയായിട്ടാണ് കൊടുക്കുന്നത്. 150 രൂപ. നല്ല അടിപൊളി, നല്ല അടിപൊളി ആയിട്ടാണ്. ഇതിപ്പോൾ മൂവിങ് ഉള്ള ഐറ്റാണോ? മൂവിങ് ഉള്ള ഐറ്റാണ്. ഒരുമാതിരി ആളുകൾ ഇപ്പോൾ വാങ്ങിക്കൊണ്ടുപോകുന്ന ഒരു ഐറ്റാണ്. ഐറ്റാണല്ലേ? ഇതിനിപ്പോൾ ആവശ്യം പോലെ പേര് കൊടുക്കാനുണ്ടല്ലേ? അത്യാവശ്യം കൊടുക്കാനുണ്ടല്ലേ? അപ്പോൾ നമ്മൾ ഇതിൻ്റെ ആളുടെ നമ്പർ നമ്മൾ വീഡിയോക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനാവശ്യമുള്ളവർ ആളെ വിളിച്ചാൽ മതി. വേറെ ബ്രീഡുകളൊക്കെ ഉണ്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ആളെ വിളിക്കുക. ആളുടെ നമ്പർ നമ്മൾ വീഡിയോക്ക് തൊട്ട് താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിനി ഇതിൻ്റെ വേറെ കിടക്കുന്നതാണ്. അത് ഫുൾ റെഡ്. ഇത് ഫുൾ റെഡ് അല്ലേ? ആൽബിനോ ഫുൾ റെഡാണ്. ഇത് എടുക്കണ്ട മറ്റേത് കേട്ടാ. നമുക്ക് അടുത്തതിനെ പരിചയപ്പെടാം. അടുത്തതാണ് ഈ ടാങ്കി കിടക്കുന്നത് സീത്രൂ കോയി. അപ്പോൾ നമുക്കിനി അടുത്ത ഐറ്റം പരിചയപ്പെടാം. ഇതേതാ ഐറ്റം? ഇത് ഏതൈറ്റം വരുന്നത്? ഇത് സീത്രൂ കോയി എന്ന് പറഞ്ഞ ഐറ്റാണ്. ജെല്ലി ഫിഷാണ് ഇത്. ഇതിന്റെ കുഞ്ഞുങ്ങളൊക്കെ കൊടുക്കാനുണ്ട്? ഇതിന്റെ കുഞ്ഞുങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ട് കൊടുക്കാനുണ്ടല്ലേ? എത്ര പെയറിന് റേറ്റ് വരുന്നത്? പെയർ 150 രൂപയായിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. 150 രൂപ. സീത്രൂ കോയി എന്ന് പറഞ്ഞ ഐറ്റാണ്. നമുക്ക് അടുത്ത ബ്രീഡിനെ പരിചയപ്പെടാം. ഇത് ഈ ഇവിടെ വന്നതിൽ ഏറ്റവും അടിപൊളി ബ്രീഡ് കണ്ടത് നമ്മൾ ഈ ഗപ്പിയാണ്. ഇത് രാജേഷേട്ടൻ തന്നെ ബ്രീഡ് ചെയ്തുണ്ടാക്കിയതാണ്. ചേട്ടാ, ഇത് ഏതോ ബ്രീഡ് അല്ലെങ്കിൽ എങ്ങനെ ഉണ്ടാക്കി? ഇത് 2 ഹൈബ്രിഡുകൾ തമ്മിൽ ഉണ്ടാക്കിയെടുത്തതാണ്. ഇതിന്റെ വാലൊക്കെ ഭയങ്കര നല്ല ഹെവി സൈസ് ആണല്ലേ? നല്ല ഭംഗിയുള്ളതിൽ ഇപ്പോൾ ഇതിരി നല്ല ഭംഗിയുള്ളത് ഈ സാധനമൊക്കെ എടുക്കുന്നത് ഇവിടെ. അപ്പോൾ ഇതിനാണ് കുറെ ആൾക്കാർ വന്ന് ഇപ്പോൾ ചോദിച്ചിട്ടും വരുന്നുണ്ട് ഡിമാൻഡ്. ഇതിന്റെ കുഞ്ഞുങ്ങളായി വരണുള്ളൂ. ഇതിപ്പോൾ ഇവിടെ കണ്ടതിൽ ഏറ്റവും ഹെവി സൈസ് അതിൻ്റെ നല്ല കിടിലൻ ലുക്ക് സാധനമാണ്. ഇത് വീഡിയോയിൽ കാണുന്നേക്കാളും നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ്. ഇതിപ്പോൾ രാജേഷേട്ടൻ തന്നെ വികസിപ്പിച്ചെടുത്തതാണ്. ഇതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ ആയി വരണുള്ളൂ. 1 മാസം കഴിഞ്ഞാൽ കൊടുക്കാറ് ആയിരിക്കും. ഇതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ വേണ്ടവർ രാജേഷേട്ടനെ വിളിക്കുക. രാജേഷേട്ടൻ്റെ നമ്പർ നമ്മുടെ വീഡിയോക്ക് തൊട്ട് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആളെ വിളിക്കുക. ഇത് ആൾ തന്നെ ബ്രീഡ് ചെയ്ത് ഇവിടെ സെറ്റ് ചെയ്ത ഇതാണ്, ഗപ്പീസാണ്. ഇതിൻ്റെ വാലൊക്കെ നല്ല ഹെവി സൈസ് വാലാണ്. ഇവിടെ മറ്റേ കേജൊക്കെ സെറ്റ് ചെയ്താണ് ഫ്രിഡ്ജ് ബോക്സുകളിലാണല്ലേ? ഫ്രിഡ്ജ് ബോക്സ്, അതുപോലെ തന്നെ തെർമോകോളിൻ്റെ സെറ്റപ്പാണ്. ഫ്രിഡ്ജ് കേസും പിന്നെ തെർമോകോളാണ് ഫുള്ള്. ഇവിടെ ബ്രീഡിങ് ഇതൊക്കെ ചെയ്ത് കേജൊക്കെ ടാങ്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ചത്. അതിന് തെർമോകോളിലൊക്കെ ബ്രീഡിംഗ് ഒക്കെ നന്നായി കുഞ്ഞുങ്ങളെ കിട്ടാൻ കിട്ടാറുണ്ട്. ബ്രീഡായ കുഞ്ഞുങ്ങളൊക്കെ കൂടുതലായിട്ട് തെർമോകോളിൻ്റെ ബോക്സിലൊക്കെ ഇടാറില്ല. ഓക്കെ. കുഞ്ഞുങ്ങളൊക്കെ സെറ്റ് ചെയ്താണ്. ഇതേപോലെയൊക്കെയാണ് തെർമോകോളിൻ്റെ ബോക്സിലും ഇതിലേക്കാണ് കുഞ്ഞുങ്ങളാൾ സെറ്റ് ചെയ്തതാണ്. ബ്രീഡിങ് സെപ്പറേറ്റ്
സെറ്റ് ചെയ്തിട്ടുണ്ട് ആള്. ബ്രീഡ് ചെയ്യാൻ സെപ്പറേറ്റ് അടിയിൽ ടാങ്കിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ ഏതായിട്ട് പരിചയം, ഇതേതാ ഐറ്റം? ഇത് പ്ലാറ്റിനം വൈറ്റ്. പ്ലാറ്റിനം വൈറ്റ് ആണ്. ഇതിപ്പോൾ എത്ര വരുന്ന പെയറൊക്കെ? അത് പെയർ 150 രൂപ. 150 രൂപ തന്നെ അല്ലേ? ഇതിൻ്റെ കുഞ്ഞുങ്ങൾ കൊടുക്കാനുണ്ടോ? കുഞ്ഞുങ്ങൾ ഇപ്പോൾ കൊടുക്കാനായിട്ടുണ്ട്. കൊടുക്കാറായിട്ടുണ്ട്. ഇതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. പ്ലാറ്റിനം വൈറ്റ് ആണ് ഇത് വരുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ഐറ്റത്തിന് പരിചയപ്പെടാം. ഇത് ഏതാ ഐറ്റം? ഇത് യെല്ലോ ടെക്സിഡോ. ഇതൊക്കെ എത്ര റേറ്റ് വേണ്ടി ബ്രീഡിങ് പെയർ? ഇത് പെയർ ഇപ്പോൾ 100 രൂപയായിട്ട് കൊടുക്കുന്നത്. 100 രൂപയായിട്ടാണല്ലോ കൊടുക്കുന്നത്. ഇതിപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ കൊടുക്കാനുണ്ടല്ലോ? കൊടുക്കാനുണ്ട്. ഇതൊക്കെ പെട്ടെന്ന് ബ്രീഡ് ആവണ ഐറ്റം തോന്നുന്നുള്ളത്. ആ, പെട്ടെന്ന് ബ്രീഡ് ആവണമെന്നാണ്. ഇപ്പോൾ ചേട്ടൻ എത്ര നാൾ നോക്കിയാൽ ഇപ്പോൾ ഏതായിട്ടാണ് കുറച്ച് ബ്രീഡ് കിട്ടാൻ കുറച്ച് പാടുള്ള ഐറ്റം എന്ന് പറയുമോ? കിട്ടാനായിട്ട് ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള ആൽബീനൊക്കെയാണ്. അവറ്റകളെ ഇതൊക്കെ നന്നായി ശ്രദ്ധിച്ചില്ലെങ്കിൽ പെട്ടെന്ന് ചത്തു പോകും. തണുപ്പൊക്കെ കൂടി കഴിഞ്ഞാൽ ആൽബീന ഫുൾ റെഡൊക്കെ ഒരുമാതിരി സ്ഥലത്തൊക്കെ പിടിച്ച് കിട്ടാൻ ഇത്തിരി പാടാണ്. ആൽബിനുള്ള കുറച്ച് പാട് പിടിച്ച് കിട്ടാനായി കുറച്ച് ബുദ്ധിമുട്ടുള്ള ആൽബിനോ. ഇതിപ്പോൾ യെല്ലോ ടെക്സ്ചർ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ ആളെ ഇതൊക്കെ ഇതൊക്കെ സിമ്പിളായിട്ട് ബ്രീഡായി കിട്ടില്ല എല്ലാവർക്കും കിട്ടും. ഇപ്പോൾ ബ്രീഡിങ് നമ്മൾ എന്തൊക്കെ നോക്കണം? ബ്രീഡ് ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെയാണ് ചേട്ടാ, എങ്ങനെ ബ്രീഡ് ചെയ്യണം ഇവിടെ? ബ്രീഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ അതിന് വേണ്ടി നമുക്ക് റെഡിമെയ്ഡ് ഇപ്പോൾ ഈ നമുക്ക് ചെയ്യാൻ പറ്റും. കേജ് പേഴ്സൺ നെറ്റ് എന്ന് പറഞ്ഞാൽ നെറ്റ് വാങ്ങി ബ്രീഡിങ് കേജ് ഉണ്ടാക്കാം. അതല്ലാണ്ട് ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചെയ്യണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പം എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ഈ ഉള്ളിയൊക്കെ മൂടിയിരിക്കണ കൊട്ടകളൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് ഇപ്പോൾ അതിലാണ് ഇപ്പോൾ ബ്രീഡിങ് കേജ് പോലെ ആയിട്ട് ഇട്ട് വെക്കുന്നത്. എങ്ങനെയാണ് ഇപ്പോൾ ആള് ബ്രീഡ് ചെയ്യണത്? ബ്രീഡിങ് സെറ്റിനെ ഈ കൊട്ടയിലാക്കിയൊക്കെയാണ് അങ്ങനെ അപ്പോൾ കുഞ്ഞുങ്ങളപ്പോൾ അതിൻ്റെ കൂടെ അടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ഇത് ഹോളി കൂടെ അങ്ങനെ. അടുത്തായിട്ട് നമുക്ക് പരിചയപ്പെടാം. അടുത്തായിട്ട് നമുക്ക് പരിചയപ്പെടാം. ചേട്ടാ, ഇത് ഏത് ഐറ്റം വരുന്നത്? ഇത് പ്ലാറ്റിനം ബിഗ് ഗിയറല്ലേ? ഇതിപ്പോൾ റേറ്റ് കൂടി ആയിട്ടാണോ? ഇല്ല, ഇതിപ്പോൾ കുറവുള്ള ഐറ്റമാണ്. ഇപ്പോൾ ഇത് ഒരുപാട് പേരയിലുണ്ടാവും ഈ ഐറ്റം. ഏറ്റല്ലേ? അപ്പോൾ നല്ല അടിപൊളി ഐറ്റമാണ്. ഇത് എത്ര റേറ്റ് ഒക്കെ വരുന്നത്? ഇത് പെയർ 100 രൂപയായിട്ടാണ് കൊടുക്കുന്നത്. 100 രൂപ അല്ല? അടിപൊളി ഐറ്റമാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. പ്ലാറ്റിനം ബിഗ് ഗിയറല്ലേ? ഓക്കെ. അപ്പോൾ നമുക്കിനി അടുത്ത ഐറ്റത്തിനെ പരിചയപ്പെടാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ രാജേഷേണ്ടല്ല മീനുകൾ. പിന്നെ കുറച്ച് സോട്ടൈലുകൾ കിടക്കുന്നുണ്ട്. നമ്മൾ വീഡിയോ കൂടുതൽ എടുക്കുന്നില്ല. സോട്ടൈലുകൾ കൊടുക്കാനുണ്ടല്ലേ? കൊടുക്കാനുണ്ട്. സോട്ടൈൽ എത്ര റേറ്റ് വരുന്നത് ഇപ്പോൾ സോട്ടൈലുകൾ? സോട്ടൈൽ പെയർ 150 രൂപ. 150 രൂപ. ഇതിൻ്റെ പ്രത്യേക പേരുണ്ട് ഇതിന്? ഈ സോട്ടൈലിൻ്റെ കളറിനനുസരിച്ചുള്ള പേര് എങ്ങനെയുണ്ടോ? ഇല്ല, കളറിന് അങ്ങനെ ഇല്ല. കോയി സോട്ട ഇതിൻ്റെ പല വേറെ ഐറ്റംസുകളുണ്ട് സോട്ടയിൽ. നമ്മുടെ കയ്യിലുള്ളത് ഈ ഐറ്റാണ്. ഓക്കെ. ഇങ്ങനെ ഫ്രിഡ്ജ് ബോക്സുകളിലാണ് ഇപ്പോൾ രാജേഷേട്ടൻ സെറ്റ് ചെയ്തത്. ഇതൊക്കെയാണ് രാജേഷേട്ടൻ്റെ സെറ്റപ്പ്. പിന്നെ ബ്രീഡിങ്ങിനായിട്ടാണ് ഇങ്ങനെ വെള്ളം പിടിച്ചിങ്ങനെ തൊട്ടിയിലും അതിൻ്റെ വേറെ അരിപ്പ പോലത്തെ പാത്രത്തിലാണ് ബ്രീഡിങ് സെറ്റപ്പൊക്കെ ചെയ്തത്. അങ്ങനെ ചെയ്താൽ കൂടുതൽ കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടണ്ടല്ലേ? കൂടുതൽ കുഞ്ഞുങ്ങൾ കിട്ടും നമുക്ക്. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫീമെയിലുകൾ കുഞ്ഞുങ്ങളെ തിന്നല്ലേ? ബ്രീഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കൂടുതൽ പരമാവധി കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടുമെന്ന് പറയണത്. പിന്നെ എന്താ എക്സ്പീരിയൻസ് പറയൂ ഫീൽഡിലേക്ക് വന്ന പിന്നെ ഉള്ളത്? നല്ല എക്സ്പീരിയൻസ് തന്നെയാണ് നമുക്ക്. ഒരു സൈഡ് വരുമാനം എന്ന് പറഞ്ഞ പോലെ ഈ സംഭവം ചെയ്യാം. ഇപ്പോൾ അതിനിപ്പോൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണമെന്ന് മാത്രം. ആളിപ്പോൾ സൈഡായിട്ടാണ് ഗപ്പീസിൻ്റെ പരിപാടി കൊണ്ട് നടക്കുന്നത്. ചേട്ടൻ എന്താ മെയിൻ ജോലി? മെയിൻ ഗോൾഡ് വർക്കാണ്. ആള് ഗോൾഡ് വർക്കാണ് ജോലി. അപ്പോൾ സൈഡായിട്ടാണ് ഇപ്പോൾ കുഴപ്പമില്ലാത്ത നല്ലൊരു വരുമാനം ഏണിങ്സ് ഉണ്ടാക്കാൻ കിട്ടുന്നുണ്ടല്ലേ? ഇപ്പോൾ ഈ ഗപ്പീസിൻ്റെ ഫീൽഡിലേക്ക് ഇപ്പോൾ തുടക്കക്കാർ വരുന്നവർക്ക് എന്താണ് പറയാനുള്ളത്? എങ്ങനെയുള്ള ബ്രീഡുകൾ എടുക്കാനാണ് ചേട്ടാ
തുടക്കക്കാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഫസ്റ്റ് ടൈം തുടങ്ങുമ്പോൾ കുറച്ച് നല്ല ക്വാളിറ്റി ഉള്ളതല്ലാണ്ട് കുറച്ച് ക്വാളിറ്റി കുറഞ്ഞ ഐറ്റംസിന് എടുത്ത് തുടങ്ങാം. അതായത് റേറ്റ് കുറവിന്റെ ബ്രീഡിങ് പഠിച്ചതിന് ശേഷം തുടങ്ങിയതിന് ശേഷമാണ് ഇത്തിരി നല്ല റേറ്റ് ഉള്ള സാധനങ്ങളും അപ്പൊ നമ്മൾക്ക് ഏകദേശം അതിനെ കുറിച്ച് അറിയാൻ പറ്റും. ഞാൻ തുടക്കം അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തുടക്കം ചെയ്തിരിക്കുന്ന റേറ്റ് കുറവിന്റെ ഐറ്റംസ് എടുത്ത് ചെയ്യണമായിരിക്കും, റിസ്ക്കും കുറയും. അപ്പൊ നമുക്ക് ബ്രീഡിംഗ് ഒക്കെ ഗിയർ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഐറ്റംസ് എടുക്കായിരിക്കും നല്ലത്. ബ്രീഡിംഗ് ഒക്കെ നമുക്ക് പഠിക്കുകയും ചെയ്യാം. തുടക്കം തന്നെ അങ്ങനത്തെ ചെറിയ റേറ്റ് കുറവിന്റെ ഐറ്റംസ് എടുത്ത് ചെയ്യണത് ഏറ്റവും നല്ലത്. അപ്പോൾ ബ്രീഡിംഗ് നമുക്ക് പഠിക്കുകയും ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇതിനെ പഠിച്ചതിന് ശേഷം നല്ല റേറ്റ് കൂടുതൽ ഐറ്റംസ് എടുത്ത് ചെയ്യണത് നല്ലത് എന്നാ നല്ലതല്ലേ. അപ്പോൾ അങ്ങനെയാണ് രാജേഷ് ചേട്ടൻ നമ്മൾ പറഞ്ഞത്. അപ്പോൾ രാജേഷ് ചേട്ടനെ വിളിക്കാനുള്ള സംശയങ്ങൾക്കും പിന്നെ ഇതിലേതൊക്കെ വേണ്ടതെന്ന് വെച്ചാൽ വാങ്ങാനും ആളെ വിളിക്കാവുന്നതാണ്. ആളുടെ നമ്പർ നമ്മൾ വീഡിയോയ്ക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആളുടെ സ്ഥലം വരുന്നത് അഞ്ചേരിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ രാജേഷ് ചേട്ടാ അപ്പോൾ ശരി എന്നാൽ. ശരി.